വെൽക്കം ടു ടേൽസ് ഓഫ് ഫിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോ ഒരു ലോങ് വീഡിയോ ഞാനിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. മറ്റൊന്നുമല്ല, എനിക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. കാരണം നമ്മളിങ്ങനെ എപ്പോഴും ചുറ്റുപാടുമുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് പല കാര്യങ്ങളും ഇങ്ങനെ ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നും. അങ്ങനെ എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നിയ ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. വേറൊന്നുമില്ല, നമ്മുടെ സൊസൈറ്റിയിൽ ആൾക്കാരെ രണ്ട് കാറ്റഗറീസായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്കും അറിയാം, പണമുള്ളവനും പണമില്ലാത്തവനും. ഇങ്ങനെ രണ്ട് കാറ്റഗറീസ് എപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ പണമില്ലാത്തവനെയും പണമുള്ളവനെയും സൃഷ്ടിച്ച ദൈവം തന്നെ. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് ആൾക്കാർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു പോയെന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പം പണമില്ലാത്തവൻ വിചാരിക്കുന്നത് പണമുള്ളവൻ വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്, ഭയങ്കര സന്തോഷമുണ്ട്, ഒന്നിനും ബുദ്ധിമുട്ടില്ല, ഇഷ്ടമുള്ളവരൊക്കെ ജീവിക്കാം, അങ്ങനെ ഒരു ചിന്താഗതിയാണ് അവർക്കെപ്പോഴും. ഈ പണമുള്ളവനെ കാണുമ്പോൾ ഒരു ആരാധനയോടുകൂടിയാണ്, അവർക്കെല്ലാം ഉണ്ട് എന്നുള്ളൊരു രീതിയിലായിരിക്കും നമ്മൾ നോക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പണമുള്ളവൻ അപ്പോഴെന്താ ചിന്തിക്കുന്നത്? അവനും സമാധാനം എന്ന് പറഞ്ഞ സാധനം മിക്കവാറും കാണത്തില്ല. ചിലപ്പോൾ ബെൻസിൽ പോകുന്നവനായിരിക്കും, പക്ഷെ അവന് ആ ബെൻസിൻ്റെ അടുത്ത് EMI എങ്ങനെ അടയ്ക്കും എന്നുള്ളൊരു ടെൻഷനിലായിരിക്കും അവൻ ബെൻസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നത് എന്താ? അവൻ ബെൻസിലാണ് പോകുന്നത്, ഭയങ്കര ഹാപ്പിയാണ് എന്നല്ലേ. അതുമാത്രമല്ല, ഈ പണം കൂട്ടാനുള്ള വഴി ആലോചിച്ച് ഈ പൈസ ഉള്ളവൻ അതും ഉള്ള സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പം പൈസ ഇല്ലാത്തവനോ ഈ പൈസ ഉള്ളവരെ നോക്കി അവർ പൈസയെ വെച്ചിട്ട് എല്ലാം സന്തോഷമാണെന്ന് വിചാരിച്ചിങ്ങനെ നോക്കിയിരിക്കും. യഥാർത്ഥത്തിൽ പണമുള്ളവനും പണമില്ലാത്തവനും സന്തോഷം എന്ന് പറഞ്ഞ സാധനം പൂർണ്ണമായും ഈ ഭൂമിയിൽ ലഭിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കണ്ടെത്തിയൊരു കാര്യം. യഥാർത്ഥത്തിൽ ജീവിക്കാൻ പണം ആവശ്യമാണ്. നമുക്ക് കടവും ഒന്നും ഇല്ലാതെ അത്യാവശ്യ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് ജീവിക്കാൻ പണം ആവശ്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിലേക്ക് ഏറ്റവും വലിയ ഒരു കാര്യമുണ്ട്, ആരോഗ്യമുള്ള ഒരു മനസ്സും ശരീരവും. അതാണ് ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. ഈ ആരോഗ്യമുള്ള ഒരു മനസ്സും ശരീരവും ഉണ്ടാകുന്ന പോലെ അത്രയും ഒരു പണത്തിനും പണത്തിൻ്റെയും മുന്നിൽ ഒന്നുമല്ല. കാരണം ഒരുപാട് കോടികളൊക്കെ സമ്പാദിച്ചിട്ട് മാരകമായൊരു അസുഖം വന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പണത്തിന് വെറും കടലാസ് കഷ്ണത്തിൻ്റെ വിലയായിരിക്കും ഉണ്ടാകുന്നത്. അതേസമയം ആരോഗ്യമുള്ളൊരു മനസ്സും ചിന്തിക്കാനുള്ള ആരോഗ്യമുള്ളൊരു മനസ്സും നല്ല ഒരു ആരോഗ്യമുള്ളൊരു ശരീരവും ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ഊർജ്ജസ്വലമായിട്ട് ഓരോ ദിവസവും നമുക്ക് ജോലി ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയ സത്യം. ഉറക്കം ഉണരുമ്പം സമാധാനമായിട്ട് ഒരു ദിവസം എങ്കിലും ഒരു അല്ലലും ഇല്ലാതെ ആരോഗ്യമായിട്ട് നമുക്ക് ഒന്ന് ഉറക്കം ഉണർന്ന് ഒരു ഗ്ലാസ് കടുപ്പമുള്ളൊരു ചായ കുടിച്ചൊരു പത്രമൊക്കെ വായിച്ചിരിക്കാൻ പറ്റിയ അതിൽ പരം ഒരു ഹാപ്പിനെസ് ഈ ലോകത്തില്ല എന്നുള്ളതാണ് സന്തോഷം. ഇപ്പം പണക്കാരനെ സംബന്ധിച്ചിടത്തോളം അടുത്ത വഴി, ബിസിനസ്സിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇന്ന് കോടികൾ മുടക്കിയിട്ടിരിക്കുന്നു, കോടികൾ തിരിച്ചു പിടിക്കണം, അങ്ങനെയൊക്കെയുള്ള വലിയ ടെൻഷൻസാണ്. പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം നാളത്തേക്കുള്ള അരിക്കുള്ള പൈസ ജോലി ചെയ്ത് കണ്ടെത്തണം, അല്ലെങ്കിൽ നാളത്തേക്കുള്ള ഒരു അടവ്, അല്ലെങ്കിൽ ഒരു EMI, അല്ലെങ്കിൽ ഒരു പലിശ കൊടുക്കൽ, ഇങ്ങനെയുള്ള ടെൻഷനായിരിക്കും അവർക്ക് വരുന്നത്. ഈ ടെൻഷനേക്കാൾ ഇപ്പം ഇതൊക്കെ നമുക്ക് പരിഹരിക്കപ്പെടാവുന്ന ടെൻഷന്. പക്ഷെ നമുക്കൊന്നിനും പറ്റാത്ത, ആരോഗ്യമില്ലാതെ ഒരു മൂലയ്ക്ക് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഒരു രോഗിയായിരിക്കുമ്പോഴത്തേക്കായിരിക്കും ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ അല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമുക്ക് സ്ട്രോങ് ആയിരിക്കണം. നമ്മുടെ മനസ്സ്, അതായത് മൈൻഡ് സ്ട്രോങ് ആയാലേ ശരീരം സ്ട്രോങ് ആകത്തുള്ളൂ. മനസ്സ് എപ്പോഴും കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ശരീരത്തെ ശ്രദ്ധിക്കത്തില്ല. നമ്മൾ അലസരായിട്ട്, നമ്മൾ വല്ലാത്തൊരവസ്ഥയിൽ മെൻ്റലി ഡൗൺ ആയിരിക്കും. നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ച് എപ്പോഴും ആലോചിക്കുക. പൈസ
ഭൂമിയിൽ ഓരോ മനുഷ്യന്മാരും ജനിക്കുമ്പോൾ ഇന്നതൊക്കെ ആകും, ഇന്നതൊക്കെ വരും എന്ന് നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പണമില്ലാത്തതോ പണം ഉള്ളതോ ഒന്നും ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. രോഗദുരിതങ്ങളൊന്നും ഇല്ലാത്ത നല്ല നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം നമ്മളുടെ മുന്നിൽ നാളെ ഉണ്ടാവണം. നാളെ നമ്മൾ കണ്ണു തുറക്കുമ്പോൾ ജീവനോടെ ഉണ്ടാവുമെന്ന് പോലും നമുക്കറിയാത്ത ഒരു മനുഷ്യന്മാരാണ്. ഇപ്പം 10 കൊല്ലത്തേക്ക് നമ്മൾ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ 5 വർഷത്തേക്ക് നമ്മൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ച് ഉള്ള ദിവസങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ സംസാരിച്ചിട്ടൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ മരിച്ചു പോയാൽ എന്ത് ചെയ്യും? ഞാനൊരു 10 വർഷത്തേക്ക് ചിന്തിച്ച് വെച്ച കാര്യങ്ങളെല്ലാം വേസ്റ്റ് ആവത്തില്ലേ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മളെപ്പോഴും ഒരു മുന്നിൽ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒരുപാട് ആകുലതപ്പെടാതെ ഈ ഒരു മൊമെൻറ്റിൽ ഇപ്പം ഈ സംസാരിക്കുന്ന ഈ ടൈമിൽ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ബാക്കിയൊക്കെ ഉള്ളതൊക്കെ കാലം തീരുമാനിക്കും. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കഴിഞ്ഞോ അതോ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. പാസ്റ്റ് കഴിഞ്ഞതാണ്. ഇപ്പം ഈ വർത്തമാനകാലം മാത്രമാണ് നമ്മളുടെ മുന്നിൽ ഇപ്പോഴും സത്യമായിട്ടുള്ളത്. അല്ലാതെ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്ക് ഒരിക്കലും, എത്ര ജ്യോത്സ്യന്മാരൊക്കെ ഉണ്ടാലോ, എത്ര ആൾക്കാരൊക്കെ ഉണ്ടാലോ, നമ്മുടെ ഫ്യൂച്ചർ ഒരിക്കലും നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ നമുക്ക് ഫ്യൂച്ചറിനെ പറ്റി കിട്ടില്ല. നമ്മൾ നമ്മുടെ ഫാമിലിയോടൊപ്പം എത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കുന്നു, അവർക്ക് എത്രത്തോളം സന്തോഷം കൊടുക്കാൻ പറ്റുമോ, അവരിൽ നിന്ന് തിരിച്ച് എത്രത്തോളം സന്തോഷം കിട്ടാൻ ശ്രമിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ എത്ര വർഷം നമ്മൾ ജീവിക്കാനാണ്? ഒരു മനുഷ്യൻ്റെ ശരാശരി ആയുസ് ഇപ്പം ഒരു 70 വയസ്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു 80 വയസ്സ്. 80 വയസ്സൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ റിലേയൊക്കെ പോയി, നമ്മുടെ ഓർമ്മയൊക്കെ പോയി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ആ ഒരു നമ്മൾ ആരോഗ്യവാന്മാരായിട്ടിരിക്കുന്ന ആ ടൈം എത്ര ഒരു 60 അല്ലെങ്കിൽ 65 വയസ്സ് വരെ നമ്മൾ ഓർമ്മയിലൂടെ നമ്മൾ സഞ്ചരിച്ച് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അത്രയും ഒരു ഹ്രസ്വമായ ജീവിതത്തിനിടയിൽ ഓവറായിട്ടുള്ള ടെൻഷൻസ് എടുത്തു വെക്കാതെ നമുക്കൊക്കെ ഉള്ളത് നേരത്തെ തന്നെ ദൈവമെന്നല്ല, നമ്മളെ സൃഷ്ടിച്ച ശക്തി നമ്മളെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിതവും ജീവനും ഒക്കെ തന്നെ ഈ ആ ഒരു ശക്തി ഉണ്ടല്ലോ, അത് നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്ത് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മളതിനെ എത്ര മാറ്റി വരച്ചാലും നേരെ വരച്ചാലും ഒന്നും അത് അതുപോലെ ആവില്ല. അതൊക്കെ നേരത്തെ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം നമ്മൾ അതുകൊണ്ട് ഈ കിട്ടിയ സമയം നമ്മൾ മാക്സിമം സന്തോഷിച്ച് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് കുറച്ച് നല്ല ഗുഡ് മെമ്മറീസ് നമുക്ക് നമ്മുടെ മൈൻഡിൽ വെക്കാൻ പറ്റും. അന്ന് ഞാനിങ്ങനെയൊക്കെ പോയി, എൻ്റെ കോളേജ് ലൈഫ് ഇങ്ങനെയായിരുന്നു, എൻ്റെ ജോലിയുള്ള സമയത്ത് ഇങ്ങനെയായിരുന്നു, എൻ്റെ ഫാമിലി ആയിട്ട് ഇങ്ങനെയായിരുന്നു, ഞാൻ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്തു, എനിക്ക് ഈശ്വരൻ നല്ല ഒരു ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെയാണോ വിശ്വസിക്കുന്നത് ആ ശക്തി നമുക്ക് നല്ല ആരോഗ്യം തന്നു, നമുക്ക് നല്ല നല്ല ഫുഡുകൾ കഴിക്കാൻ പറ്റി. അപ്പോൾ നേരത്തെ തന്നെ ഷുഗർ, പ്രഷർക്ക് അസുഖമൊക്കെ പിടിച്ചാൽ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ആരോഗ്യമായിട്ടിരുന്ന ഇതെല്ലാം കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എനിക്ക് നിങ്ങൾ എല്ലാവരോടും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറയാൻ എളുപ്പമാണ്, പക്ഷെ അങ്ങനെ ഇരിക്കാൻ മാക്സിമം ശ്രമിക്കുക. എന്ത് വന്നാലും നേരിടാനുള്ള ഒരു മനസ്സ് നമുക്ക് കിട്ടണം. അല്ലാതെ നമ്മളിങ്ങനെ ഫെഡ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും 24 hours അങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും. പിന്നീട് നമുക്ക് ഉറക്കമില്ലായ്മ വരും, ഫുഡ് കഴിക്കാൻ തോന്നത്തില്ല, നമുക്ക് എല്ലാത്തിനോടും ദേഷ്യം വരും. മക്കളോട് ദേഷ്യം, ഭർത്താവിനോട് ദേഷ്യം, ഭാര്യയോട് ദേഷ്യം, അച്ഛനമ്മമാരോട് ദേഷ്യം, ഫുൾ ടൈം നമ്മൾ ദേഷ്യവും. എല്ലാവരോടും ആ ഫ്രസ്ട്രേഷൻ നമ്മൾ തീർത്തുകൊണ്ടിരിക്കും. നമ്മുടെ ഫ്രസ്ട്രേഷൻ ചുറ്റുമുള്ള നമ്മുടെ കുട്ടികളെ ബാധിക്കും. അവരിലും നമ്മൾ ഒരു ഇതുപോലെ ഫ്രസ്ട്രേഷൻ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. അവരും നമ്മളെ പോലെയാണ്. പക്ഷെ അവർക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു ടൈം കൊടുത്താൽ, ഹാപ്പിനെസ് കൊടുത്താൽ അവരും ഹാപ്പി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ടൈം ഈ കാറ്റഗറീസൊക്കെ ചെയ്ത് വെക്കാതെ പണക്കാരൻ, പാവപ്പെട്ടവൻ, കറുത്തവൻ, വെളുത്തവൻ, അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവൻ, സൗന്ദര്യം ഇല്ലാത്തവൻ എന്നൊക്കെ ചിന്തിക്കാതെ ആരോഗ്യമുള്ളവൻ, ആരോഗ്യം ഇല്ലാത്തവൻ എന്നൊന്ന് ചിന്തിച്ച് അങ്ങനെ ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു ചിന്താഗതി. രോഗങ്ങളില്ലാത്തവരും രോഗങ്ങളുള്ളവരും
ഈ രണ്ടുപേരെ ഒന്ന് മാറ്റി നിർത്തിക്ക്. രോഗങ്ങൾ അതിൽ പരം ഒരു ഭാഗ്യം എന്താ ഈ ലോകത്തുള്ള രോഗങ്ങൾ ഇല്ലാതെ ജീവിക്കുന്ന ഒരു മൈൻഡും ഒരു ശരീരവും ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ലക്കി ആയിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നേടാൻ പറ്റാത്തത് ഈ ലോകത്തൊന്നും തന്നെ ഇല്ല. എല്ലാം നമുക്ക് അധ്വാനത്തിലൂടെ നേടാൻ പറ്റും. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും മറ്റുള്ളവർക്ക് ഭാരമായിട്ട് നമ്മൾ ഇരിക്കേണ്ടി വരും. അപ്പം എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ളൊരു മനസ്സ് ശരീരവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എല്ലാവരോടുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം എന്നുള്ള എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ അതും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കാണുക. അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല, എന്നാലും ഇത് ഞാൻ പറയുന്നതൊക്കെ പൂർണ്ണമായിട്ട് ശരിയാണോ, അത് കേൾക്കുന്നവർക്ക് അത് ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എൻ്റെ മൈൻഡിൽ തോന്നിയൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കിതിൽ നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് കമൻറ്റ്സ് ഇടാം, പോസിറ്റീവായിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് കമൻറ്റ്സ് ഇടാം. കേൾക്കാൻ ഉള്ളൊരു മനസ്സുണ്ടെങ്കിൽ കേൾക്കുക. അപ്പോൾ ഞാൻ പുതിയൊരു കാര്യങ്ങളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ.